ഹലോ ഹായ് വ്യൂയേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്നത്തെ വീഡിയോ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് റൈസ് വാട്ടറിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. അരി കഴുകിയ വെള്ളം നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഇത് നമുക്ക് അരി 1-2 കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് 24 മുതൽ 48 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇതൊരു പുളിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് ഹെയർ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ സ്കാൽപ്പിൽ നന്നായിട്ട് ഈ അരി കഴുകിയ വെള്ളം ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയുക. നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള താരൻ പോലുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ പൊടിയായിട്ട് ഇളവി വരിക, അതുപോലെ തന്നെ ഹെയർ ഫോൾ പോലുള്ള ഇഷ്യൂസിനൊക്കെ വളരെ ഫലപ്രദമാണ്. അതായത് മുടി പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ മുടിയുടെ തുമ്പത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് വരിക, സ്പ്ലിറ്റ് എൻഡ്സ് വരിക, ഇതെല്ലാം പോകാനായിട്ട് നമുക്ക് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ നമുക്ക് അരി കഴുകിയ വെള്ളത്തിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം. അരി കഴുകിയ വെള്ളം കുളിപ്പിച്ച് നമ്മൾ എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് അത് നമ്മൾ അതിനകത്ത് മുക്കിയതിന് ശേഷം ആ തുണി ഉപയോഗിച്ച് നമുക്ക് മുഖത്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇത് നമുക്ക് മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മുഖത്തുള്ള സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ അരി കഴുകിയ വെള്ളം മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് ദിവസം 2-3 പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. സ്കിന്ന് നന്നായിട്ട്, പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥയിലൊക്കെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഇത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലുള്ള അരി കഴുകിയ വെള്ളത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം നമുക്ക് കാലിലും കയ്യിലും ഒക്കെ ഉണ്ടാകുന്ന ചുട്ടുനീറ്റൽ പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചത് നമ്മൾ അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കാലും അതിനകത്ത് മുക്കി വെക്കുന്നത്, നമുക്ക് ഒരു 10 മിനിറ്റ് നേരം മുക്കി വെക്കുന്നത് വളരെ ഫലപ്രദമാണ് ചുട്ടുനീറ്റൽ പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ചുട്ടുനീറ്റലൊക്കെ മാറിക്കിട്ടാനും ഇത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് വാതകഫമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്, അതായത് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് സന്ധിവാതം, അതുപോലെ തന്നെ കൗട്ടി ആർത്രൈറ്റിസ്, ഇതുപോലുള്ള കണ്ടീഷൻസും നമുക്ക് വളരെയധികം ചുട്ടുനീറ്റൽ അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീരും കണ്ടുവരുന്ന കണ്ടീഷൻസാണിത്. ഈ കണ്ടീഷൻസും നമുക്ക് ഫലപ്രദമായിട്ട് അരി കഴുകിയ വെള്ളത്തിൽ പൂച്ചിടുന്നത് വളരെ ഫലപ്രദമാണ്. ഇതിൽ നമുക്ക് ഫലപ്രദമായിട്ടുള്ള പൊടികൾ എടുത്തതിന് ശേഷം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൊടികൾ, അതായത് ജഡാമയതി ചൂർണം പോലത്തുള്ള പൊടികൾ എടുത്തതിന് ശേഷം അത് നമുക്ക് ഈ അരി കഴുകിയ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പൂച്ച് കണക്കിട്ടുന്നത് വളരെ ഫലപ്രദമാണ്. ഇതുപോലുള്ള നമ്മൾ പൂച്ചിടാനായിട്ട് പ്രത്യേകമായിട്ട് ഇതുപോലുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉപയോഗിക്കുന്നതാണ് അരി കഴുകിയ വെള്ളം. ഉപ്പൂറ്റി വിണ്ട് കയറുന്നതിന് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് അരി കഴുകിയ വെള്ളം. അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചത് നമുക്ക് അല്പം നോർമൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാല് അതിനകത്ത് മുക്കി വയ്ക്കുക, പാദം അതിനകത്ത് മുക്കി വയ്ക്കുക. 10-15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്കത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നത് നമുക്ക് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ ക്രാക്ക്ഡ് ഹീൽസ്, അല്ലെങ്കിൽ ഉപ്പുറ്റി വിണ്ട് കീറുന്നതിനും അതുപോലെ തന്നെ അത് അവിടുത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈർപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭാഗം കട്ടിയായിട്ടിരിക്കുന്നത് സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിനെ നറിഷ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഉപ്പുറ്റി നമ്മൾ ഈ അരി കഴുകിയ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.